ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നാലാം പ്രതി പ്രശാന്തിനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഖണ്ഡർ രാജീവരും പി എസ് പ്രശാന്തും ചേർന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി കൂട്ടായി പ്രവർത്തിച്ചുവെന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, CPIMന്റെ സർക്കാരിന്റെ കാലത്തെ ഒരു ഭരണസമിതി കൂടി ഇപ്പോൾ ഈ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു? ദിൽന, 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായിരുന്നെങ്കിൽ 2025 സ്വർണം കൊണ്ടുപോയി ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു. നാലാം പ്രതിയായാണ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിട്ടുള്ളത്. SIT അക്കമിട്ട് നിരത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു ടൈം ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 2019 സ്വർണം തട്ടിയെടുത്തെന്നാണ് SITയുടെ കണ്ടെത്തൽ. 98 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെ 2019 ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകർ എന്നതിന് പകരം ചെമ്പ് പ്ലേറ്റുകൾ എന്ന മനഃപൂർവ്വം രേഖപ്പെടുത്തിയെന്ന് അന്ന് തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ്. 40 വർഷത്തെ വ്യാജമായ വാറന്റിയാണ് അന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ 40 വർഷം വാറന്റി ഉണ്ടായിരുന്നില്ല. 2023 തന്നെ വീണ്ടും ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ചെമ്പ് പുറത്തേക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിലാണ് 2019 ഈ കളവ് മറച്ചുവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2023 ഇത് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന ആരംഭിക്കുകയും 2023 ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. 2023 ഈ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണ് ഇതിന് തുടക്കം കുറിച്ചതെങ്കിൽ 2025 ബോർഡ് ഭരണസമിതിയും അതിന് കുട പിടിച്ചു എന്നാണ് SIT വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബോർഡ് അംഗങ്ങൾ സ്വർണം തട്ടിയെടുത്ത കാര്യം, ബോർഡ് അംഗങ്ങൾക്ക് ഈ സ്വർണം തട്ടിയെടുത്ത കാര്യം അറിയാമെന്നും SIT കണ്ടെത്തുന്നു. അങ്ങനെയാണ് 7 പേരുടെ പങ്ക് ഈ 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 7 പേരുടെ പങ്ക് തെളിഞ്ഞതായി ഇപ്പോൾ SIT കോടതിയെ അറിയിച്ചത്. മുരാരി ബാബു 1-ാം പ്രതി, ഉണ്ണികൃഷ്ണൻ പോറ്റി 2-ാം പ്രതി, പങ്കജ് ഭണ്ഡാരി 3-ാം പ്രതി, PS പ്രശാന്ത് 4-ാം പ്രതി, അഡ്വക്കേറ്റ് A അജികുമാർ, അതോടൊപ്പം തന്നെ ഖണ്ഡർ രാജീവര്, രജിലാൽ, അങ്ങനെ ഇത്രയും പ്രതികളാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവർക്ക് പുറകെ മറ്റ് ബോർഡ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ പേരുകളും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് മുൻ ബോർഡ് അംഗം സുന്ദരേശനാണ്, മറ്റൊന്ന് സെക്രട്ടറി ബിന്ദു, മഹേഷ് മോഹനൻ, സുനില, OG ബിജു, ശ്രീനിവാസ്, ഹേമന്ത്, അതോടൊപ്പം തന്നെ പാണ്ഡുരംഗയ്യ, VS രാജേന്ദ്ര പ്രസാദ്, ഇവരുടെ പങ്ക് വിശദമായി അന്വേഷിച്ചു വരുന്നു എന്നും SIT വ്യക്തമാക്കുകയാണ്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന പ്രകാരമുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് 2019 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിൻ്റെ അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് 2025 സ്വർണം പൂശാൻ എന്ന വ്യാജേന ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ആരോപണങ്ങളുടെ ഗൗരവം, സ്വർണത്തിന്റെ വൻതോതിലുള്ള ദുരുപയോഗം, വിശ്വാസ പദവിയിലുള്ളവരുടെ പങ്കാളിത്തം എന്നിവ കണക്കിലെടുത്ത് ഒരു കാര്യവും വിട്ടുപോകാതെ വളരെ സൂക്ഷ്മമായ ഒരു അന്വേഷണ അന്തിമ റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. 20-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കും. PS പ്രശാന്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ നേരത്തെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെ SIT സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനെതിരെ ഇത്തരം വകുപ്പുകളൊക്കെ ചുമത്താം എന്ന് അല്ലെങ്കിൽ കോടതി അറിയിച്ചൊരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ആദ്യം LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 60 ദിവസത്തിലകം ജയിലിൽ കിടന്ന് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ 2025 പ്രസിഡന്റ് PS പ്രശാന്തും ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇനി SIT പോകുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 4-ാം പ്രതിയാണ് ഈ കേസിൽ പ്രശാന്തിന് ഗൂഢാലോചനയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നാണ് നിലവിൽ SIT സമർപ്പിച്ചിട്ടുള്ള സമഗ്ര റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിൽന, വിഷ്ണു, കൂടുതൽ പേരുകളിലേക്ക് അന്വേഷണം പോവുകയാണ്. മഹേഷ് മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഈ ഉത്തരവിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അവരിലേക്ക് അന്വേഷണം പോകുന്നു. ഒപ്പം 2019 തുടങ്ങിയ ഈ സ്വർണ്ണക്കൊള്ള അത് 2025 വരെ പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നാണോ കോടതി മനസ്സിലാക്കുന്നത്? ഈ അന്വേഷണം പുരോഗതി, അതിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു തീയതി ഇന്ന് SIT പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അക്കാര്യത്തിൽ എന്താണ് SITക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം?
അത്തരം പരാമർശം നിലവിൽ കോടതി SIT അറിയിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ പ്രധാനമായും 2025 ബന്ധപ്പെട്ടുള്ള സമഗ്ര റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. SIT സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു തടസ്സം നിലനിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് പ്രഭാമണ്ഡലത്തിൽ നിന്ന് സ്വർണം ശേഖരിച്ച് അതിന്റെ സാമ്പിൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചത്. സ്വാഭാവികമായി ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോകണമെങ്കിൽ പ്രഭാമണ്ഡലത്തിൽ നിന്ന് ശേഖരിച്ച ആ സ്വർണത്തിന്റെ വിശദാംശങ്ങൾ കൂടി FSL വിശദങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. അത് ലഭ്യമാകാൻ കുറച്ചധികം സമയം കിട്ടും. കോടതിക്കും അക്കാര്യം വളരെ കൃത്യമായി അറിയാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് അതവിടെ നിൽക്കട്ടെ 2025 സമഗ്ര റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ന രീതിയിലേക്ക് സമഗ്ര റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടത്. അതിൽ പ്രകാരമുള്ള റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഈ PS പ്രശാന്ത് അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അവർക്കെതിരെ കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട്. അതിന്റെ തെളിവുകളൊക്കെ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് SIT അറിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് SIT പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം 2025 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ ഇടക്കാല ഉത്തരവിലൂടെ വായിച്ചെടുക്കേണ്ടത്. കേസ് അടുത്ത മാസം 20-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഒരുപക്ഷെ അന്നൊരുപക്ഷെ FSL റിപ്പോർട്ട് ഈ പ്രഭാമണ്ഡലത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളിന്റെ FSL റിപ്പോർട്ടൊക്കെ ലഭ്യമാകും. ആ വിവരം ഹൈക്കോടതിയെ അറിയിക്കും. അതിനുശേഷം ഹൈക്കോടതിയിലല്ല അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കാനെന്ന കാര്യം ഒരുപക്ഷെ അടുത്ത തവണ പറയാനുള്ള സാധ്യതയുണ്ട്. അസാധാരണമായ ഒരുപക്ഷെ ഒരു വേഗത്തിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ കേസ് വളരെ മന്ദഗതിയിലേക്ക് പോകുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കോടതിയുടെ ഭാഗത്ത് തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെ അന്വേഷണ പുരോഗതി അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആർ ശ്രീത്ത് കൂടി തിരുവനന്തപുരത്ത് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീത്ത്, CPM-ന് LDF-ന് കൂടുതൽ കുരുക്കാകുകയാണ്. ഇപ്പോൾ 2025 സ്വർണ്ണക്കൊള്ള എന്ന നിലയിലേക്ക് 2023 ഭരണസമിതി കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. അതിൽ CPI നേതാവ് ഉൾപ്പെടുന്നുണ്ട്, PS പ്രശാന്ത് എന്ന CPM നേതാവ് ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രതിരോധത്തിലേക്ക് പ്രതിപക്ഷം CPIM LDF വരികയാണ്. ഇന്ന് 2017-18 കാലത്ത് നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ ഒരു കൊള്ളയ്ക്ക് 2025 കളമൊരുക്കിയിരുന്നു എന്നത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ സ്ഥാനം പിടിച്ച പരാമർശമാണ്. എന്നാൽ അന്നത് കേവലം ഒരു പരാമർശം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അന്ന് 2025 കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ 4-ാം പ്രതിയായും ദേവസ്വം ബോർഡ് അംഗവും CPIയുടെ നേതാവും പ്രതിനിധിയുമായ A അജികുമാറിനെ 5-ാം പ്രതിയായും ഇപ്പോൾ ചേർത്തിരിക്കുകയാണ്. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇടതു സർക്കാരിന്റെ കാലത്തെ 2 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങൾ പ്രതികളാകുന്നു എന്ന സവിശേഷമായ ഒരു സാഹചര്യമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത്. 1-ാം സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറും അന്നത്തെ മെമ്പറായ ആളുകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അന്ന് വാസു അടക്കമുള്ള ആളുകളാണ് പ്രതികളായിരുന്നെങ്കിൽ ഇപ്പോൾ 2025 കളമൊരുക്കിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള അതുമായി ബന്ധപ്പെട്ട കേസിൽ PS പ്രശാന്ത് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗമായ A അജികുമാർ കൂടി പ്രതികളാവുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇടതുപക്ഷത്തിന് ന്യായീകരണമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ പരാമർശം മാത്രമായിരുന്നില്ല, ഇപ്പോൾ തെളിവുകൾ കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ SIT അദ്ദേഹത്തെ ഈ 2 പ്രധാനപ്പെട്ട ആളുകളെയും പ്രതി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-നും LDF-നും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ്. നേരത്തെ പത്മകുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ CPI കർശനമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ നേതാവും ദേവസ്വം ബോർഡ് അംഗവുമായിരുന്ന CPIയുടെ അജികുമാർ കൂടി കേസിൽ പ്രതിയാകുമ്പോൾ സ്വാഭാവികമായും CPIക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടി വരും. അവരും നടപടികളും മറ്റും എടുക്കാൻ നിർബന്ധിതരാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.